നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് പേടിഎം പേയ്മെന്റ് സേവനങ്ങൾ ഫെബ്രുവരി 29 മുതൽ നിർത്തിവെക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരവിട്ടിരിക്കുകയാണ്. പേടിഎമ്മിൽ നിന്ന് മറ്റ് പേയ്മെന്റ് ആപ്പുകളിലേക്ക് മാറാൻ വ്യാപാരികളോട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാർച്ച് 15 മുതൽ പ്രവർത്തനം നിലയ്ക്കുകയാണെങ്കിലും പേടിഎം പേയ്മെന്റ് ബാങ്കിലുള്ള പണം തീരുന്നതുവരെ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാം. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ മാർച്ച് 15 ശേഷവും ട്രാൻസ്ഫർ ചെയ്യാനോ പിൻവലിക്കാനോ തടസ്സമുണ്ടാകില്ല. പണം തീരുന്നതുവരെ ഡെബിറ്റ് കാർഡും ഉപയോഗിക്കാം. എന്നാൽ മാർച്ച് 15 ശേഷം ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും കഴിയില്ല. മറ്റ് ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ, റീഫണ്ട് തുടങ്ങിയവ ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. അതേസമയം മാർച്ച് 15 ശേഷം ശമ്പളം പോലെയുള്ള ഒരു പണവും ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകില്ല. അതിനു മുമ്പ് ശമ്പള അക്കൗണ്ട് മറ്റേതെങ്കിലും ബാങ്കിലേക്ക് മാറ്റണം. ആധാറുമായി ബന്ധിപ്പിച്ച സബ്സിഡികൾ ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകില്ല. ആധാറുമായി പേടിഎം ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം. പേടിഎം ബാങ്ക് അക്കൗണ്ടിലെ പണം തീരുന്നതുവരെ ഓട്ടോ ഡെബിറ്റ് തുടരും. ബാലൻസ് തീർന്നാൽ പുതുതായി പണം നിക്ഷേപിക്കാൻ കഴിയില്ല. അതിനാൽ പ്രതിമാസ ബിൽ പേയ്മെന്റും ഓട്ടോ ഡെബിറ്റും മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം. OTT സബ്സ്ക്രിപ്ഷൻ പോലുള്ള പേയ്മെന്റുകൾ, വായ്പ, EMI തുടങ്ങിയവ UPI വഴി പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിലെ പണം തീരും വരെ തുടരാം. ബാലൻസ് തീർന്നാൽ പുതുതായി പണം നിക്ഷേപിക്കാൻ കഴിയില്ല. അതിനാൽ ഇത്തരം പേയ്മെന്റുകൾ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം. വായ്പ, EMI മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേടിഎം ആപ്പ് വഴി അടച്ചുകൊണ്ടിരുന്നവർക്ക് തടസ്സമുണ്ടാകില്ല. പേടിഎം വാലറ്റിലെ പണം തീരുന്നതുവരെ പിൻവലിക്കാനോ മറ്റൊരു വാലറ്റിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയും. മിനിമം KYC വാലറ്റ് ആണെങ്കിൽ അതിലുള്ള പണം മർച്ചന്റ് പേയ്മെന്റ്സിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന കാര്യം ശ്രദ്ധിക്കണം. മാർച്ച് 15 ശേഷം പണം ടോപ്പ് ചെയ്യാനോ ക്യാഷ് ബാക്ക്, റീഫണ്ട് എന്നിവ ഒഴികെ മറ്റൊരു ക്രെഡിറ്റും ഈ വാലറ്റിലേക്ക് സ്വീകരിക്കാനും കഴിയില്ല. പേടിഎം പേയ്മെന്റ് ബാങ്ക് വാലറ്റ് ക്ലോസ് ചെയ്ത് ബാലൻസ് തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് തടസ്സമില്ല. പക്ഷേ മിനിമം KYC വാലറ്റ് ആണെങ്കിൽ ബാലൻസ് തുക ഉപയോഗിച്ച് തീർക്കുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ബാലൻസ് തുക റീഫണ്ട് ആവശ്യപ്പെടാം. ഫാസ്ടാഗിലെ ബാലൻസ് തുക തീരുന്നതുവരെ ഉപയോഗിക്കാം. ബാലൻസ് തീർന്നാൽ ടോപ്പ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പുതിയ ഫാസ്ടാഗ് തുടങ്ങുന്നതാണ് അഭികാമ്യം. ഫാസ്ടാഗിൽ ക്രെഡിറ്റ് ബാലൻസ് ട്രാൻസ്ഫർ ഇല്ലാത്തതിനാൽ പഴയ പേടിഎം ഫാസ്ടാഗിലെ ബാലൻസ് മറ്റൊരു ബാങ്കിന്റെ പുതിയ ഫാസ്ടാഗിലേക്ക് മാറ്റാൻ കഴിയില്ല. അതിനാൽ പഴയ പേടിഎം ഫാസ്ടാഗ് ക്ലോസ് ചെയ്ത് ബാലൻസ് തുകയ്ക്ക് റീഫണ്ട് ആവശ്യപ്പെടാം. പേടിഎം പേയ്മെന്റ് ബാങ്കുമായി ലിങ്ക് ചെയ്ത പേടിഎം QR കോഡ്, സൗണ്ട് ബോക്സ്, POS ടെർമിനൽ എന്നിവ മാർച്ച് 15 ശേഷം പേയ്മെന്റ് സ്വീകരിക്കുന്നതിന് ഉപയോഗിക്കാനാകില്ല. ഈ സംവിധാനങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്ന പേടിഎം ബാങ്ക് അക്കൗണ്ട് മാറ്റി മറ്റൊരു ബാങ്കിന്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത QR കോഡ് ഉപയോഗിക്കുക. UPI, IMPS ഉപയോഗിച്ച് പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അതേസമയം മാർച്ച് 15 ശേഷം UPI, IMPS ഉപയോഗിച്ച് പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ല. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.